2025 ജൂലൈ 15 സിറാജ് എഡിറ്റോറിയൽ. ക്യാമറക്കണ്ണ് തുറക്കും, ട്രെയിനിൽ ഇനി ശുഭയാത്ര. CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും ഇനി ട്രെയിൻ യാത്ര. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കോച്ചുകളിലും ലോക്കോമോട്ടീവുകളിലും CCTV ക്യാമറ സ്ഥാപിക്കുകയാണ് റെയിൽവേ. ശനിയാഴ്ച കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും സഹമന്ത്രി രവ്നീത് സിംഗ് ബിട്ടുവും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ആദ്യപടിയായി 74,000 കോച്ചുകളിലും 1,500 ലോക്കോമോട്ടീവുകളിലുമാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ഓരോ കോച്ചിലും 4 വീതവും ലോക്കോമോട്ടീവുകളിൽ 6 വീതവും ക്യാമറകൾ ഉണ്ടാകും. 100 കിലോമീറ്റർ വേഗവും കുറഞ്ഞ പ്രകാശവുമാണെങ്കിൽ പോലും ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്നവയായിരിക്കും ക്യാമറകൾ. ട്രെയിൻ യാത്രയിലെ സുരക്ഷാരാഹിത്യത്തെക്കുറിച്ച് വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ നീക്കം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. 15,000 കോടി രൂപ ചെലവിൽ കോച്ചുകളിലും ലോക്കോമോട്ടീവുകളിലും 75 ലക്ഷം AI പവർ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ റെയിൽവേ പദ്ധതി തയ്യാറാക്കി വരികയാണെന്ന് അന്ന് മന്ത്രി അറിയിച്ചിരുന്നു. തുടർന്ന് പരീക്ഷണാർത്ഥം ഏതാനും ട്രെയിനുകളിൽ ക്യാമറകൾ സ്ഥാപിച്ചു. ഇതിൽ നിന്ന് ലഭിച്ച അനുകൂല പ്രതികരണമാണ് എല്ലാ ട്രെയിനുകളിലും ക്യാമറകൾ സ്ഥാപിക്കാനുള്ള പ്രചോദനം. ക്യാമറകൾ സ്ഥാപിച്ച കോച്ചുകളിൽ അതിക്രമങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായില്ല. ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യയുടേത്. മികച്ച വരുമാനവും നേടുന്നുണ്ട് റെയിൽവേ. ഓരോ വർഷവും വരുമാനം കുത്തനെ വർദ്ധിക്കുകയും ചെയ്യുന്നു. 2023-2024 വർഷത്തിൽ 2.56 ലക്ഷം കോടി രൂപയാണ് റെയിൽവേ നേടിയത്. സമീപകാലത്തായി പുതിയ ബോഗികളും റെയിൽവേ സ്റ്റേഷൻ നവീകരണവും ജൈവ ശൗചാലയങ്ങളുമായി മുഖം മിനുക്കിയിട്ടുമുണ്ട് റെയിൽവേ. എങ്കിലും യാത്രക്കാരുടെ സുരക്ഷിതത്വം പരിഹൃതമാകാതെ അവശേഷിക്കുകയാണ്. പിടിച്ചുപറി, കൊള്ള, ലൈംഗികാതിക്രമം തുടങ്ങി ട്രെയിൻ യാത്രക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അടുത്തിടെയാണ് ഗുവാഹത്തിയിലേക്കുള്ള യാത്രാമധ്യേ ബ്രഹ്മപുത്ര എക്സ്പ്രസിൽ ട്രാവൽ ബ്ലോഗർ കനിക ദേവറാണി കവർച്ചയ്ക്ക് ഇരയായത്. ബംഗാളിലെ ന്യൂ ജൽപായ്ഗുരി ജംഗ്ഷനിൽ വണ്ടി നിർത്തിയിട്ട വേളയിൽ കോച്ചിലേക്ക് അതിക്രമിച്ചു കയറിയ കൊള്ളക്കാരൻ ദേവറാണിയുടെ മുഖത്തേക്ക് സ്പ്രേ അടിച്ചു ബോധരഹിതയാക്കിയ ശേഷം വിലപിടിപ്പുള്ള iPhone ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കവർച്ച ചെയ്യുകയായിരുന്നു. കോച്ചിലെ മറ്റു ചില യാത്രക്കാരും കവർച്ചയ്ക്കിരയായതായും റെയിൽവേ പോലീസിന്റെ സഹായം ലഭ്യമായില്ലെന്നും ഇന്ത്യൻ റെയിൽവേ സുരക്ഷിതമല്ല എന്ന ശീർഷകത്തിൽ പുതുതായി പുറത്തിറക്കിയ വീഡിയോയിൽ കനിക ദേവറാണി വെളിപ്പെടുത്തുന്നു. മോഷണവും കൊള്ളയും പതിവ് സംഭവമാണ് കൊങ്കൺ റൂട്ടിലോടുന്ന ട്രെയിനുകളിൽ. മലയാളികളാണ് കൂടുതലും മോഷണത്തിനിരയാകുന്നത്. സീറ്റിലോ സീറ്റിനടിയിലോ ബാഗ് വെച്ച് യാത്രക്കാർക്ക് ബാത്റൂമിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. തിരിച്ചു വരുമ്പോൾ വിലപ്പെട്ട സാധനങ്ങൾ കണ്ടെന്നു വരില്ല. അതിക്രമങ്ങൾ തടയാൻ റെയിൽവേ പോലീസ് ERPയെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെയും നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ സേവനം വേണ്ടത്ര ഫലപ്രദമല്ല. റിസർവേഷൻ ഇനത്തിൽ ഭാരിച്ച തുക റെയിൽവേ ഈടാക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചു മതിയായ സേവനവും സുരക്ഷയും ലഭിക്കുന്നില്ല. പട്ടാപ്പകൽ പോലും അക്രമവും കൊള്ളയും അരങ്ങേറുന്നു. ലൈംഗികാതിക്രമത്തിനും ഇരയാകുന്നു പലപ്പോഴും വനിതാ യാത്രക്കാർ. ഹരിയാനയിൽ 35-കാരി ട്രെയിനിൽ കൂട്ടബലാത്സംഗത്തിനിരയായത് 2 ആഴ്ച മുമ്പാണ്. ഇക്കഴിഞ്ഞ 22-ന് സൈക്കന്ദരാബാദിൽ വനിതാ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്ത്രീക്കു നേരെ ബലാത്സംഗ ശ്രമം നടക്കുകയും അക്രമിയിൽ നിന്ന് രക്ഷപ്പെടാൻ പുറത്തേക്ക് എടുത്തു ചാടിയ സ്ത്രീക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അതിക്രമത്തിനു പോലും ഇരയാകാറുണ്ട് യാത്രക്കാരായ സ്ത്രീകൾ. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിലെ യാത്രക്കാരിയെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് വെല്ലൂർ ജില്ലയിലെ പുളിയമംഗലം സ്വദേശിയായ ട്രെയിനിലെ ടിക്കറ്റ് പരിശോധകൻ അറസ്റ്റിലായത് ഒരാഴ്ച മുമ്പാണ്. 5 വർഷം മുമ്പ് മേരി സഹേലി എന്റെ കൂട്ടുകാരി എന്ന പദ്ധതി റെയിൽവേ നടപ്പാക്കിയത് വനിതാ യാത്രക്കാരുടെ സുരക്ഷ ലക്ഷ്യമാക്കിയാണ്. ട്രെയിൻ ഓട്ടം തുടങ്ങുന്ന സ്റ്റേഷൻ മുതൽ അവസാന സ്റ്റേഷൻ വരെ ട്രെയിനുകളിൽ റെയിൽവേ പോലീസിലെ പെൺസംഘങ്ങളെ നിയോഗിക്കുന്ന പദ്ധതിയായിരുന്നു ഇത്. പക്ഷേ വേണ്ടത്ര ഫലപ്രദമായില്ല. പിന്നെയും വനിതാ യാത്രക്കാർ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ബോഗികളിൽ AI പവർ CCTV ക്യാമറകൾ സ്ഥാപിതമാകുന്നതോടെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടുമെന്നാണ് റെയിൽവേ മേധാവികളുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഈ ക്യാമറകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികൾ ആവശ്യമാണ്. യാത്രക്കാരുടെ സുരക്ഷ ലക്ഷ്യമാക്കി റെയിൽവേ സ്റ്റേഷനുകളിൽ നേരത്തെ സ്ഥാപിച്ച CCTV ക്യാമറകളുടെ അവസ്ഥയാകരുത് ട്രെയിനുകളിൽ പുതുതായി
പുതുതായി സ്ഥാപിക്കുന്ന ക്യാമറകളുടേത്. സ്റ്റേഷനുകളിൽ സ്ഥാപിച്ച ക്യാമറകളിൽ നല്ലൊരു പങ്കും പ്രവർത്തനരഹിതമാണ്. കേടുവന്നാൽ മാറ്റി സ്ഥാപിക്കാൻ നടപടികൾ ഉണ്ടാകാറില്ല. ട്രെയിനുകളിലെ ക്യാമറകളിൽ പതിയുന്ന ദൃശ്യങ്ങൾ 24 മണിക്കൂറും നിരീക്ഷിച്ച് കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ കൺട്രോൾ റൂമുകളിൽ സംവിധാനവും സജ്ജീകരിക്കേണ്ടതുണ്ട്.